മാർക്കോന്റെ മറ്റേ മ്യൂസിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയും ഹനീഫും കൂടെ രവി ബോസനോട് പോയി ഡേ നൈറ്റ് ഇരുന്നിട്ട് ഉണ്ണി ബോധം കിട്ടി വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 40 മണിക്കൂർ ഉറങ്ങാണ്ടിരിക്കുക. അതുപോലെ തന്നെ കുട്ടിയുടെ ഫേസിലൊക്കെ ഇരിക്കുന്നതിന്റെ 70% നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഉണ്ടായിരുന്ന ഒരു 30% ഉള്ളൂ ഇപ്പൊ. അത് അത്രയും നേരം ആ കുട്ടിയുടെ ഫേസൊക്കെ കണ്ടോണ്ടിരിക്കേണ്ടി വരും. ക്ലൈമാക്സ് ഒരു ഷർട്ട് വരുന്ന സീൻ അതിന് വേണ്ടിട്ട് ഒരു 2 മാസം അവൻ വീണ്ടും ഷൂട്ട് ബ്രേക്ക് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തു. അത് ഇവിടെ ചെയ്ത് അവന് സാറ്റിസ്ഫൈ ആവുകൊണ്ട് അവൻ ദുബായിൽ പോയി അവിടെ പോയി കുറെ ദിവസം പട്ടിണി കിടന്ന് അതിന് വേറെ ട്രെയിനാണ് വെച്ചവൻ ചെയ്തിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്. ഉണ്ണിയും ചെന്നൈയിലൊരു ബീച്ചിലിരിക്കുന്നു 2013 അന്ന് ഉണ്ണി എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളിരുന്ന് രാത്രി സംസാരിക്കുമ്പോൾ അവൻ മാൻ ഫ്രം നോവർ എന്നിട്ട് കൊറിയൻ പടം അതുപോലത്തേക്കൊരു ആക്ഷൻ പടം ചെയ്യണം അന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വയലൻ്റായി അങ്ങനത്തെ ഒരു ഹീറോ. അത് പിന്നീട് അതിനെ പറ്റിയിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. അവന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഇതേപോലത്തെ ഒരു പടം. റിയാസ് ഖാൻ്റെ ഒരു ക്യാരക്ടർ, ആ റിയാസ് ഖാൻ്റെ ക്യാരക്ടറും ആ ഒരു ഫൈറ്റും മൊത്തത്തിൽ ഒഴിവാക്കി നമ്മള്. അതിൽ പറയുന്ന വയലൻസ് ഒന്നുമില്ല. അത് പക്ഷെ കഥയ്ക്ക് അങ്ങനെ ആവശ്യമായിട്ട് തോന്നിയില്ല. അത് ചിലപ്പോൾ ഡിലീറ്റ് സീനൊക്കെ ആയിട്ട് ഇറക്കുമായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. We present you the perfect English. WhatsApp now 9633888575. എഡിറ്റിംഗ് റൂമിലാണ് ഒരു സിനിമ ജനിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിൽ മാർക്കോ ജനിച്ചത് ഈ സ്റ്റുഡിയോയിലാണ്. ഇതോടൊപ്പം ഉള്ളത് ഷമീർ മുഹമ്മദ് ആണ്. കറന്റ് സിനാരിയോയിൽ മാർക്കോവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അത് മോസ്റ്റ് വയലൻസ് ചിത്രമാണെന്നൊക്കെ പറഞ്ഞ് കേട്ട് തിയേറ്ററിൽ പ്രേക്ഷകർ കയറി. അത് കണ്ടോണ്ടിരിക്കാൻ നേരത്ത് ചില ആളുകൾ ഛർദ്ദിച്ചു. പിന്നീട് ചില ആളുകൾ തല കറങ്ങി ബോധം കെട്ട് വീണു എന്നൊക്കെ പറഞ്ഞ് വിഷ്വൽസ് അടക്കം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് മണിക്കൂറുകളോളം ഈ വിഷ്വൽസ് എങ്ങനെ കണ്ടോണ്ടിരുന്നു? ആദ്യം കുറച്ച് പാടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. പിന്നെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ അത് റിയൽ അല്ല എന്നുള്ളൊരു ബോധമുണ്ടല്ലോ. അതുമല്ലാതെ ഇത് CG കൂടെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത്രയും ബ്ലഡൊക്കെ ആദ്യം ഇത്രയും ഉണ്ടാവില്ല. ഇപ്പോൾ ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ ഗ്യാസ് വെച്ചിരിക്കുന്നത് അത് നോർമൽ ഫേസിലാണ് ചെയ്യുമുള്ളത്. അത് CG ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. CG ചെയ്തതിനു ശേഷം എനിക്ക് തന്നെ കാണുമ്പോൾ കുറച്ച് പാടായിരുന്നത് കണ്ടിരിക്കാൻ. ഇപ്പം എഡിറ്റിംഗ് ടേബിളിൽ നമുക്കറിയാം, ഇപ്പോൾ CGക്ക് അയക്കുന്നതിന് മുമ്പ് ഒരു പൈലറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോസസ്സിലും ഈ ചിത്രത്തെ ഇങ്ങനെ അപ്ലിഫ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭീകരത ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരുന്നു ഓരോ ഘട്ടത്തിലും. അതിപ്പോൾ ഈവൻ ഇടിക്കുന്ന സമയത്തുള്ള സൗണ്ട് അടക്കം അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, കൂട്ടും. CG വരുന്നതും ബ്ലഡ് തെറിക്കുന്നതും അത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഒരു എഡിറ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ആളുകൾ അംഗീകരിച്ച് ഷീറ്റിംഗ് കിട്ടിയെന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റെയർ കേസിൽ ഉണ്ടായിരുന്ന ഫൈറ്റ് സീക്വൻസ് ആണ്. ഇപ്പോൾ അതിൻ്റെ അത് ബേസിക്കലി പല ആളുകളും അത് സിംഗിൾ ഷോട്ടാണെന്ന് അടക്കം പറയുന്ന രീതിയിലേക്ക് അവർക്ക് എന്താണ് അവിടെ നടന്നതെന്ന് പോലും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് അത്രയും നന്നായിട്ട് ആൾക്കാർക്ക് തോന്നാൻ കാരണം ഫസ്റ്റ് ഞാൻ പറയുന്നത് ഉണ്ണി അതിനു വേണ്ടി എടുത്ത ഒരു ഇത്രയും ലെങ്തി ഷോട്ട് ചെയ്യാൻ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ട് ആ ടൈമിങ്ങിൽ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് അതിന് പറ്റിയ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്ത ഫൈറ്റ് മാസ്റ്റർ ഹനീഫും ആ ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത രീതി, അതിൻ്റെ ഇടയിലൊരു 4-5 കട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാവാത്ത രീതിയിൽ അതിൽ CG ഇല്ല, സ്റ്റിച്ചിങ്ങും ഇല്ല, സ്റ്റിച്ചിങ്ങൊന്നുമില്ല. മനസ്സിലാവാത്ത രീതിയിൽ മാസ്ക് ചെയ്തിട്ടാണ് ആ ഷോട്ട് അവരെടുത്തേക്കുന്നത്. അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാന്നുള്ളൂ. പക്ഷെ ആ ഷോട്ട് അത്രയും ഭംഗിയായത് അവർ എന്താ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ നോർമലി ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിന്നിട്ടൊരു ഫൈറ്റ് ആകുമ്പോൾ കുറേ പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നോർമലി പടത്തിൽ വീണെടുക്കുന്ന ഒരു വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അതിലൊന്നുമില്ല, എല്ലാവരും ഫൈറ്റ് ചെയ്തിട്ട് ഓടിച്ചിട്ട് ഉണ്ണി അടിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ആ ഫിസിക്കും അവനതിന് വേണ്ടിയിട്ട് എഫേർട്ട് വേണ്ടത് ഇത്രയും ഭംഗിയായിരുന്നു. ഇപ്പോൾ എഡിറ്റിംഗ് ടേബിൾ വരാൻ നേരത്ത് ഫുട്ടേജ് ഒരുപാട് ഉണ്ടാവുമല്ലോ, ബേസിക്കലി പല ആംഗിളിലുള്ളത്. പ്രത്യേകിച്ച് ഒരു 100-100 രൂപയായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആകുന്ന നേരത്ത് പല പേരുടെ ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷൻസ് അടക്കമുള്ള ഷോട്ട്സുകൾ വന്നേക്കാം. പക്ഷെ അതിനെ എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ സിംഗിൾ ഷോട്ടൊക്കെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഒറ്റ ഓപ്ഷൻ തന്നെ ഉള്ളൂ.
മീൻസ് എങ്കിലും അതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ ബേസിക്കലി ഒരുപാട് ഫുട്ടേജ് ടേക്ക് ഒരുപാട് വരാൻ നേരത്താണെങ്കിലും ഇതില് ആ വീട്ടിൽ കയറിയിട്ട് ഉള്ള എപ്പിസോഡ് ഉണ്ടല്ലോ, ആ എപ്പിസോഡ് ഒരു 35-40 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് പറഞ്ഞു അത്രയും നേരം കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അത് എഡിറ്റ് ചെയ്ത് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് ആക്കി, പിന്നെ അത് ട്രിം ചെയ്തിട്ടൊരു 10 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇപ്പോൾ അത് ഒരു 35 മിനിറ്റ് എന്നാണ് നമ്മൾ അത്രയും കൊണ്ടുവരുന്നത്. 30 മിനിറ്റ് ഫുട്ടേജ് അത്രയും ഉണ്ടാവും. അത് ഓർഡർ ചെയ്ത് വെക്കുമ്പോൾ 10-35 മിനിറ്റ് വന്നു. ഈ പറഞ്ഞതെന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പം ബേസിക്കലി ഇപ്പം കമൽ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് വിശ്വരൂപത്തിൻ്റെ അകത്തൊക്കെ ബേസിക്കലി ഭയങ്കര എക്സ്പെൻസീവായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സീൻസുകളുണ്ടാവും. ചില 1-2 സീൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ആ സാധനം റിമൂവ് ചെയ്യാൻ നേരത്ത് ഒരു എഡിറ്ററും ഇപ്പം ഈ പറഞ്ഞ സീൻ തന്നെ ലെങ്തി ആയിട്ട് 45 മിനിറ്റ് അത്രയും സ്പെൻഡ് ചെയ്തെടുത്ത സീന്. അപ്പോൾ അത് ഒരു എഡിറ്റർ കൺവിൻസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണോ? അത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആദ്യത്തെ പടങ്ങളിലൊക്കെ. ഇപ്പോൾ എനിക്കത്ര ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ മനസ്സിലാവും, എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഒരിക്കും മനസ്സിലാവും. എനിക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാറുണ്ട് പെട്ടെന്ന്. ആദ്യത്തെ പടത്തിലൊക്കെ അത് ഭയങ്കര പാടായിരുന്നു. എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ഒരു ലോക്ക് ചെയ്തിട്ടുള്ള വിഷ്വലില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ബേസിക്കലി സെൻസറിന് അയക്കാൻ നേരത്തെ എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ കൺവിൻസിങ് ആയിട്ടൊക്കെ ആയിരിക്കുമല്ലോ. കട്ട് ചെയ്തിട്ട് മീൻസ് ആ സെൻസർഷിപ്പിന് വേണ്ടി കട്ട് ചെയ്യേണ്ട പോർഷൻ വരുന്നു. ഞാൻ ആദ്യമോട് പറഞ്ഞു എന്തായാലും സെൻസറിൽ നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അധികം ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് കൊടുക്കില്ല. കാരണം അവർക്ക് കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ തന്നെ ആദ്യം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വീണ്ടും കട്ട് ചെയ്യാൻ പറയും. കുറച്ച് സാധനങ്ങൾ അവർ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. അത് പിന്നെ അവർക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. ഈ പടത്തിന്റെ ഇപ്പോൾ പടം കണ്ടിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ട് പറയുന്നത് അടിപൊളി വയലൻസ്, അടിപൊളി ആക്ഷൻ അങ്ങനെയല്ല പറയും. പണ്ടൊക്കെ സിനിമ ഞാൻ അടിപൊളി കഥ എന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞ പിള്ളേരൊക്കെ പറയുന്നത് അടിപൊളി വയലൻസ് എന്നൊക്കെ. സോ ആ ബ്രൂട്ടാലിറ്റിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പടം വർക്കാവുന്നുള്ളത് അവരും പറഞ്ഞ് മനസ്സിലാക്കി. അവർ വളരെ കുറച്ച് പിന്നെ എഡിറ്റിന്റെ സമയത്ത് ഓൾറെഡി ഇപ്പോൾ റിയാസ് ഖാൻ്റെ ഒരു ക്യാരക്ടർ, ആ റിയാസ് ഖാൻ്റെ ക്യാരക്ടറും ആ ഒരു ഫൈറ്റും മൊത്തത്തിൽ ഒഴിവാക്കി നമ്മൾ. അതിൽ പറയുന്ന വയലൻസ് ഒന്നുമില്ല. അത് പക്ഷെ കഥയ്ക്ക് അങ്ങനെ ആവശ്യമായിട്ട് തോന്നിയില്ല. അത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറക്കുമായിരിക്കും. അപ്പോൾ OTT വരാൻ നേരത്ത് റിയാസ് ഖാനെയൊക്കെ പ്രതീക്ഷിക്കാം. അതറിയില്ല എനിക്ക്. അത് പടത്തിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പടത്തിൽ ആഡ് ചെയ്യേണ്ട ഒരു സീനായിട്ട് തോന്നിയിട്ടില്ല. അത് മിക്കവാറും ഡിലീറ്റഡ് സീനൊക്കെ ആയിട്ടായിരിക്കും ഇറക്കുണ്ടാവും. അവരെന്ത് തീരുമാനിക്കണമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അത് പടത്തിലുണ്ടാവാൻ ചാൻസ് കുറവാണ്. ഈ ഇപ്പം ബേസിക്കലി നമ്മളിപ്പം തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, മാർക്കോ എന്ന് പറയുന്ന ചിത്രം, അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഈ വയലൻസ് ഒക്കെ ഇനിയും വരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടോ OTT-ൽ? അല്ല, ഇപ്പൊ പ്രഗ്നൻസി സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിലിംഗ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ആ സീനിലൊക്കെ കുറച്ചും കൂടെ വയലൻസ് ഉണ്ട്. ആ കുട്ടീനെ എടുക്കുന്നതായാലും അതൊക്കെ കുറച്ചും കൂടെ ലെങ്തി ഷോട്ട്സ് ഒക്കെയാണ്. അറിയില്ല അത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ആ ഐഡിയയിലൊക്കെ കുറച്ചും കൂടെ കൂടുതലുണ്ട്. അത് ഇനി വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടിയുടെ ഫേസിലൊക്കെ ഇടിക്കുന്നതിന്റെ 70% നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഉണ്ടായിരുന്ന ഒരു 30% ഉള്ളൂ ഇപ്പൊ. അത് അത്രയും നേരം ആ കുട്ടിയുടെ ഫേസ് ഒക്കെ കണ്ടോണ്ടിരിക്കേണ്ടി വരും. അങ്ങനെയുള്ളത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് അതൊക്കെ കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ ഉണ്ട്. ഒരു 50% അങ്ങനെ. അല്ലാതെ ഇതിൽ കാണാത്ത പുതിയ വയലൻസ് സാധനങ്ങളൊന്നുമില്ല. ഉള്ള സാധനങ്ങൾ തന്നെ എക്സ്റ്റൻഷൻസ്. ആ കുട്ടിയുടെ ഫേസിൽ ഇരിക്കുന്ന സാധനത്തിന്റെ ആ ഷോട്ട് ആദ്യം ഉണ്ടായിരുന്നതിന്റെ ഒരു 30% ഉള്ളൂ. കുറച്ചും കൂടെ കൂടുതലുണ്ട്. അപ്പൊ ഈ ബേസിക്കലി ഇപ്പം സ്ക്രീൻ ചെയ്തതിന് ശേഷം OTT-ക്ക് വേണ്ടി വീണ്ടും ഒരു എഡിറ്റർ വർക്ക് ചെയ്യേണ്ടി വരുമോ? ഇല്ല, അത് ഓൾറെഡി ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സെൻസറിന് മുമ്പ്. ആ കോപ്പി വേണമെങ്കിൽ ഇറക്കാം. ഇപ്പം തിയേറ്ററിൽ വന്നതിന് ശേഷം അഭിപ്രായം കണ്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ അത് പണിയുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? എനിക്കിതുവരെ വന്നിട്ടില്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മള് തിയേറ്ററിൽ ഇപ്പൊ പടം ഇറങ്ങി ലെങ്ത് കൂടുതലാന്ന് പറഞ്ഞു. സപ്പോസ് ഞാനിപ്പോ ഇവിടുന്ന് ട്രിം ചെയ്ത് അത് DA ചെയ്ത് അതിന് വേണ്ട മ്യൂസിക് ചെയ്ത് അത് തിയേറ്ററിലെത്താൻ വീണ്ടും 1-1.5 കഴിയും. അങ്ങനെ എത്തിയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇപ്പം എഡിറ്റർ എന്ന് പറയുന്ന ജോബില്ലേ, ബേസിക്കലി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഒറ്റയ്ക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി, ഇപ്പോൾ അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നൊരു ജോബാണല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ അത്രയ്ക്ക് പ്രഷർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ചില ടൈമിൽ. ഇപ്പം റിലീസ് ഡേറ്റ് അടുത്ത് വരുന്നത്, അപ്പോൾ അതെങ്ങനെയായിരുന്നു നോക്കി കാണുന്നത്? ഞാനങ്ങനെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഒന്നും ഞാൻ പാരലലി എഡിറ്റ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഇതാണ്. ഞാൻ ഇവിടെ തന്നെ അധികം ഇരിക്കില്ല. ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് അവിടെ പോയിരുന്ന് എഡിറ്റ് ചെയ്യും. എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും പാരലലി.
അല്ലാതെ എഡിറ്റിങ്ങിന് വേണ്ടി കുറേ സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതല്ല, എല്ലാ കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വെക്കേഷൻ ആയാലും പിള്ളേരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ലാപ്പ് എടുത്തുകൊണ്ട് പോകും, അവിടെ കുറച്ച് നേരം എഡിറ്റ് ചെയ്യും. ഈ ഒരു എഡിറ്റർ ആകണമെന്നുള്ള ഇല്ലെങ്കിൽ സിനിമയോട് അധിനിവേശം തോന്നിയ ഒരു മുഹൂർത്തം എപ്പോഴായിരുന്നു? എഡിറ്റർ ആവണം എന്ന് തോന്നിയതല്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ആനിമേഷൻ പഠിക്കാൻ പോയി. അവിടെ ഒരുത്തൻ എഡിറ്റ് ചെയ്ത് കണ്ടു. അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ അനൂപ് എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവൻ എഡിറ്റിങ്ങിന് വീണ്ടും പോയി. അതുവരെ എനിക്ക് എഡിറ്റിംഗ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അവൻ്റെ കൂടെ ഞാൻ എഡിറ്റിങ്ങിനും പോയി. അവൻ അത് കംപ്ലീറ്റ് ചെയ്ത് വേറെ പരിപാടിയായിട്ട് പോയി. ഞാൻ എനിക്കിത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സിനിമയുടെ ഇത്ര വലിയ പാട്ടാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ജയൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി ഒരു സിനിമയിൽ അസിസ്റ്റൻറ്റ് എഡിറ്ററായിട്ട് വിളിച്ചു. അങ്ങനെ ഗ്രാജുവലി വന്നതാണ്. അങ്ങനെ ആ സമയത്താണ് ഈ ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി. അതിനുമുമ്പ് നോർമലി നമ്മൾ കുറച്ച് പടങ്ങളൊക്കെ കാണും. പിന്നെ ഈ എഡിറ്റിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് റൂമിൽ പിന്നെ ഇരിപ്പാണല്ലോ. അപ്പോൾ ഫ്രീ ടൈമിൽ മൊത്തം ഇങ്ങനെ സിനിമകൾ കണ്ട് അങ്ങനെ അതിനോടുള്ളൊരു പാഷൻ. ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇല്ലേ, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു എഡിറ്റർ എങ്ങനെയായിരിക്കും അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക? എഡിറ്റർ അപ്ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു 10 കൊല്ലത്തെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഞാൻ ഒരു മിനിറ്റ് പോലും എടുക്കാതെ നിങ്ങളടുത്ത് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലായി. ആ ജോലിയാണ് ഒരു എഡിറ്റർ ഒരു സിനിമയിൽ ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത് കൊണ്ടിരുന്ന 10-200 മണിക്കൂർ ഫുട്ടേജ് ഉണ്ട്. അതിന്ന് നിങ്ങളെ പോലുള്ള ഓഡിയൻസ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ കഥ കൺവേ ചെയ്യാണ് എഡിറ്റർ ജോലി. അത് പരത്തി പറയാം, ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമാവും, അല്ലെങ്കിൽ അത് ചുരുക്കി പറയാം. ചിലപ്പോൾ നമുക്ക് ഒരു സീൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് ഒരു സസ്പെൻസ് പോലെ പറയാം. അതൊരു എഡിറ്റർക്ക് എടുക്കാവുന്ന ചോയ്സാണ്. അത് ഡയറക്ടറോട് തീരുമാനിക്കണം. ഈ ഇപ്പം ചാർലിയിലൂടെയാണല്ലോ സിനിമയിലേക്ക് ആദ്യം വന്നത്. അത് നമുക്കറിയാം, അത്രയ്ക്ക് ഹ്യൂജ് സക്സസ് ആയിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ദുൽഖറിൻ്റെ കരിയറിൽ തന്നെ ഒരു ഭയങ്കര അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ അതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും, ഇപ്പോൾ ആർട്ടിലാണെങ്കിലും എഡിറ്റർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഒക്കെ തന്നെയും എല്ലാവർക്കും ഭയങ്കര ഒരേ രീതിയിൽ, ഇപ്പോൾ ഡയറക്ടർ അടക്കമുള്ള ആളുകൾക്കൊക്കെ ഒരേ രീതിയിൽ അവരുടെ കരിയറിനെ അപ്ലിഫ്റ്റ് ചെയ്ത ചിത്രമായിരുന്നു. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഓർമ്മ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ചാർലി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് മാർട്ടിൻ ചേട്ടൻ. അതിന് മുമ്പ് 2 സൂപ്പർ പടം ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാർട്ടിൻ ചേട്ടൻ എന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ചാർലി ആദ്യത്തെ പടമായതുകൊണ്ട് തന്നെ വേറെ പടങ്ങളൊന്നുമില്ല, ഇതുപോലെ തിരക്കില്ല. ഒരു 8 മാസം എടുത്തു എഡിറ്റ് ചെയ്ത് തീരാൻ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യത്തെ പടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും മാർട്ടിൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ പുള്ളി എന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതെനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇടി എന്ന് പറഞ്ഞ പടം സാജിദിൻ്റെ പടമായിരുന്നു. സാജിദ് ഞാൻ ഭയങ്കര ഫ്രണ്ട്സാണ് ഇപ്പോഴും. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വന്നത് ലിജോ ചേട്ടൻ്റെ പടം അങ്കമാലി ഡയറീസ്. ഈ അങ്കമാലി ഡയറീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഓരോ പടങ്ങളൊന്നും പഠിച്ച ഇതാ പറയുന്നത്. ഇപ്പോൾ ലിജോ ചേട്ടൻ്റെ അടുത്ത് സീൻസ് എഡിറ്റ് ചെയ്ത് കൊണ്ടത് കാണിച്ചു തരാൻ പറയും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്നു. ലിജോ ചേട്ടൻ പറയുന്നത് അയ്യോ ഞാൻ അതിങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ തിരിച്ചു പോകുന്നു. വീണ്ടും ആ സീൻ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് കാണിച്ചു. ടീമിൻ്റെ കൂടെ പോയാൽ അപ്പോൾ ലിജോ ചേട്ടൻ വീണ്ടും പറഞ്ഞു, അത് ഇങ്ങനെയല്ല കേട്ടോ, ഞാനിങ്ങനെയല്ല, അത് റെഡിയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ലിജോ ചേട്ടൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ലിജോ ചേട്ടൻ പറഞ്ഞു, നീ എന്തിനാ ആ ഷോട്ടൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ചോദിച്ചു. ഞാൻ ചേട്ടൻ അത് ഇങ്ങനെ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത എല്ലാ ഷോട്ടും യൂസ് ചെയ്യില്ല, ഒരു എഡിറ്റർ ജോലി. അപ്പോൾ ഞാൻ അതുവരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരാളുടെ കൂടെ അങ്ങനെ അസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറേ നാൾ വന്നിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റർക്ക് തീരുമാനിക്കാം ഏത് ഷോട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനെടുത്തെല്ലാം യൂസ് ചെയ്യുന്നതാണ് നിൻ്റെ ജോലി വെച്ച് നീ എന്തിനാ എഡിറ്ററായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താണ് പുള്ളിക്ക് ഇഷ്ടമായത്. അത് എനിക്ക് ഇത്രയും കാലം ഞാൻ എൻ്റെ ജോലിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിരുന്നു, ലേണിംഗ് മൂവ്മെന്റ് ആയിരുന്നു. ഈ ഇപ്പം അങ്കമാലി ഡയറീസ് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സിറ്റി ഓഫ് ഗോഡ് കാണണം അങ്ങനെ ഒരു ഇത് സജഷൻ പുള്ളി പറഞ്ഞിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് ഇങ്ങനെ സിറ്റി ഓഫ് ഗോഡും ഗോഡ് ഫാദറും കാണാൻ പറ്റും. രണ്ട് ടൈപ്പ് പടം. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ പേസ്, സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ അത് രണ്ടും കണ്ടു. രണ്ടും കണ്ടിട്ട് ഈ അപ്പാനി രവി
മറ്റേ വിക്ലാം രാജന് ഒരു ലൈഫ് ഉണ്ട്, അതിന്റെ സ്പീഡ് ആ സിറ്റി ഓഫ് ഗോഡിന്റെ സ്പീഡ്. മറ്റേ ബാക്കി കുറെ സീൻസുകളുണ്ട്, നോർമൽ ടോക്കി സീൻസ് ഉണ്ട്, അത് ഒരു ഗോഡ് ഫാദറിന്റെ സ്പീഡിലാണ് എഡിറ്റ് ചെയ്തിട്ടില്ല. അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ലേണിങ്ങിന് അപ്പുറം ബേസിക്കലി സിറ്റി ഓഫ് ഗോഡിന്റെ ഷോർട്സ് എടുത്തു എന്നല്ല എന്റെ അടുത്ത് പറഞ്ഞാൽ അതിന്റെ എഡിറ്റിംഗ് പോയി കണ്ടുപിടിക്കണം. നീ പോയിട്ട് അത് ഇങ്ങനെ എഡിറ്റ് ചെയ്തേക്കുന്നത് നോക്ക്, എന്നിട്ട് അത് വെച്ചിട്ട് നീ മാർക്കോയില് സ്മോക്കിംഗ് സീൻസ് ഉണ്ടല്ലോ. ഇപ്പൊ പ്രേക്ഷകര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അഗ്രസീവായിട്ട് ആ ക്യാരക്ടറിന് എന്താണ് അയാളുടെ മാനസിക വികാരം എന്ന ഇത് ബേസിക്കലി ആ സ്മോക്കിങ്ങിലും കാണിക്കുന്നുണ്ട്. അത്രയ്ക്ക് അഗ്രസീവായിട്ട് സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ സിഗാർ വലിക്കുന്ന രീതിയിലേക്കാണ്. അവൻ റിയൽ ലൈഫിൽ വലിക്കില്ല. അതെ, പക്ഷേ ഫുട്ടേജില് ഞാൻ ചോദിച്ചത്, ഫുട്ടേജിൽ അതിന് മാത്രം വലിച്ച ഫിലിമിങ്ങില് അതെങ്ങനെയാ നോക്കി ആലോചിച്ചെന്ന് വെച്ചാൽ എന്റെ ഒരുപാട് കാലമായിട്ട് അറിയുന്ന ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അവൻ വലിക്കാറില്ല, ഇതിനു വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുത്തു. ഞാൻ പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒരു ഷർട്ട് വരുന്ന സീൻ, അതിന് വേണ്ടിയിട്ട് ഒരു 2 മാസം അവൻ വീണ്ടും ഷൂട്ട് ബ്രേക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്തു. അത് ഇവിടെ ചെയ്ത് അവന് സാറ്റിസ്ഫൈ ആവുകൊണ്ട് അവൻ ദുബായിൽ പോയി, അവിടെ പോയി കുറേ ദിവസം പട്ടിണി കിടന്ന് അതിന് വേറൊരു ട്രെയിനറെ വെച്ച് അവൻ ചെയ്തിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്. ചിത്രത്തിൽ ഉടനീളം നോക്കാൻ നേരത്ത് ഉണ്ണിമുന്തൻ ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ ഇത്രയും സ്ക്രീൻ പ്രസൻസ് കണ്ടിട്ടില്ല. നമുക്കറിയാം മാസ് സീൻസിൽ മാസ് ഫിലിംസ് ആക്ഷൻ സിനിമകൾ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ മലയാള പ്രേക്ഷകരിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്കമാലി പോലെ പുതിയ ആളുകൾ വരുന്നുണ്ടാകും. പക്ഷെ എങ്കിലും ഇപ്പം പൃഥ്വി അടക്കമുള്ള പല ആൾ, ലാലേട്ടൻ, മമ്മൂക്ക ഇങ്ങനെ തുടങ്ങി കുറേ ആളുകളിൽ മലയാള പ്രേക്ഷകർ ഇങ്ങനെ കണ്ടു വെച്ചു ഇന്ന സിനിമ ഇന്ന ആൾ ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ലിസ്റ്റിലേക്കാണ് ബേസിക്കലി ഉണ്ണിമുന്തൻ എന്ന് പറഞ്ഞ ഒരാളെയും കൂടെ ഈ ചിത്രത്തോടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സീന് കാണാൻ നേരത്തും പുള്ളി ആ ഇതിൻ്റെ അത് സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. ഇപ്പോൾ ഇനി ഇതേപോലത്തെ ഒരു ചിത്രം വരുവാണെങ്കിൽ ഇന്ന ആള് ഉണ്ണിമുന്തനും കൂടെ ഉണ്ട് എന്നൊരു ഇതുണ്ടായിരുന്നത്. ആ സ്ക്രീൻ പ്രസൻസ് എങ്ങനെയായിരുന്നു എഡിറ്റിങ്ങിലാണെങ്കിലും ഫസ്റ്റ് ഫീൽ ചെയ്ത ഒരാളാണല്ലോ. ഒരു വർഷം മുമ്പ് പ്ലാൻ ചെയ്തല്ല ഞാൻ. ഉണ്ണിനെ ഐലോമി തൊട്ട് പരിചയമുള്ള ഐലോമി കഴിഞ്ഞിട്ട് ഉണ്ണി വേറെ പടം ചെയ്യുന്ന സമയത്ത് ഞാനും ഉണ്ണിയും ചെന്നൈയിലൊരു ബീച്ചിലിരിക്കുകയായിരുന്നു 2013 അന്ന് അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളിരുന്ന് രാത്രി സംസാരിക്കുമ്പോൾ അവൻ മാൻ ഫ്രം നോവർ എന്നിട്ട് കൊറിയൻ പടം അതുപോലത്തേക്കൊരു ആക്ഷൻ പടം ചെയ്യണം അന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വയലൻ്റായി അങ്ങനത്തെ ഒരു ഹീറോ. അത് പിന്നീട് അതിനെ പറ്റിയിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. അവന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഇതേപോലത്തെ ഒരു പടം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അത് ഇത്രയും അവന് അതിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് ഇട്ടതും ഇത്രയും നന്നായി വന്നതും. ഈ സിദ്ദിഖിക്കുകയും ബേസിക്കലി ഡെലിവറി ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ഇതായിരുന്നു. പ്രേക്ഷകർക്ക് അതിന് മാത്രം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. അത് ഒരു എഡിറ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായിരുന്നു സിദ്ദിഖ് എന്നൊരു ആക്ടറിനെ ഈ ചിത്രത്തിൽ കണ്ടത്? എഡിറ്റർ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഞാൻ ഒരു പ്രേക്ഷകൻ കാണുന്ന പോലെ തന്നെയാണ് ഒരു പടം എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ കാണാം. എനിക്ക് നിങ്ങൾക്കൊക്കെ കിട്ടിയാതെ ഇത് തന്നെയാണ് ആ പടം കാണുമ്പോൾ എനിക്കും കിട്ടുന്ന ഒരു കിക്കും സാധനം. എനിക്ക് അതിൻ്റെ ഫൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് ഞാനിത് റിലീസിന് മുമ്പ് തന്നെ പല ആൾക്കാരും ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ ഇത്രയും നല്ല ഫൈറ്റ് മലയാള പടത്തിൽ ഇതുവരെ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ത്യൻ ഫിലിമിൽ തന്നെ ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള വയലന്റ് ചിത്രം കണ്ടിട്ടില്ലെന്നും പറയുന്നുണ്ട്. നമ്മൾ ഹാട്രിക് വിജയം എന്നൊക്കെ ക്രിക്കറ്റ് കളിയിലൊക്കെ പറയാനുണ്ടല്ലോ, അതേപോലെ പ്രൊബിൾ എന്താണ് ഹിറ്റ്സ് ആണ് ഈ വർഷം നേടിയിരുന്നത്. ഓസ്ലർ, ടർബോ, പിന്നെ മാർക്കോ, പിന്നെ ARM. അപ്പം അതും പല എന്താണ് ഈ പറഞ്ഞുള്ള ആക്ഷൻ ആണെങ്കിൽ ഒരു അർത്ഥത്തിൽ പല ജോണേഴ്സിലുള്ളതാണ്. ഇപ്പം ഓസ്ലറിൽ ഒരു രീതിയാണെങ്കിൽ മാർക്ക് പറയുന്നത് വേറെ രീതിയാണ്. അത് ARM ആണ് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് കൂടെ അടയാളപ്പെടുത്തുന്നതാണ്. അപ്പം ഇതെങ്ങനെയായിരുന്നു ഈ വിജയങ്ങളെ എങ്ങനെ നോക്കി കാണും? അല്ല, ഇതിലെല്ലാവരും അവരുടെ രീതിയിൽ നന്നായി പണിയെടുത്തുള്ള സിനിമ. എന്നാലും ഇപ്പോൾ ഓസ്ലറിലാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് വന്നത്. ഓസ്ലറിന് വേറെ എഡിറ്ററായിരുന്നു, സൈജു ആയിരുന്നു. സൈജു ഒരു പടത്തിന് തിരക്കായപ്പോൾ മിഥുൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനതിൽ വന്ന. അതുപോലെ തന്നെ മിഥുൻ ഭയങ്കര ക്ലോസ്. മിഥുൻ ത്രൂ ആണ് മറ്റേ വൈശാഖേട്ടൻ മിഥുനെ ഞാൻ ത്രൂ പരിചയപ്പെട്ടു. അങ്ങനെ ടർബോ ഇതുപോലെ തന്നെ അതിലത്തെ ഫൈറ്റിനൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുറേ പരിപാടികളും ആ കോയമ്പത്തൂർ ടൗണിലാണ് ആ ചേസൊക്കെ ഷൂട്ട് ചെയ്തത്. ARM ഒരു 7-8 കൊല്ലം ജിതിൻ ഇരുന്നിട്ടുള്ളതാണ്. അതിന് ഞാൻ ലാസ്റ്റത്തെ 2 കൊല്ലം ഞാൻ പടത്തിൽ വന്നിട്ടുള്ളത്.
അപ്പോൾ ജിതിൻ എൻ്റെ അടുത്ത് ഈ കഥ പറയാൻ വരുന്ന സമയത്ത് തന്നെ ഒരു 50 മിനിറ്റ് വീഡിയോ ആയിട്ട് വരുന്നത്, ആനിമേറ്റഡ് വീഡിയോ, ഈ പടത്തിൻ്റെ ഓരോ സീൻസ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ അന്ന് മനസ്സിലായി ഈ പടം ഹിറ്റാവും എന്നുള്ളത്. ഓവറോൾ ഫിലിമിന്റെ ഒരു 2D അനിമേഷൻ ചെയ്തിട്ട് വരുന്ന എല്ലാ സീനും ഉണ്ടാവില്ലേ, അത് 2D അല്ല 3D അനിമേഷൻ. അതൊരു 50 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഉൽക്ക വന്ന് വീഴുന്ന സീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജിതിൻ പറയുമ്പോൾ അതിന്റെ വിഷ്വൽ കിട്ടുക മാത്രമല്ല വിഷ്വൽ കാണാനും പറ്റും കഥ പറയുമ്പോൾ. സുജിത്തേട്ടൻ ഇങ്ങനത്തെ കഥകൾ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു കഴിവുള്ള ഒരാളാണ്. പിന്നെ മാർക്കോ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ണിയും ഷെരീഫും ഹനീഫും ഇവരാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു പൈസ ഇറക്കാനൊരു പ്രൊഡ്യൂസറും അത് ഇതുപോലൊരു കഥ ഉണ്ടാക്കാൻ ഹനീഫും അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഉണ്ണി ഉള്ളതുകൊണ്ടാണ് ആ പടം ഈ അവസ്ഥയിലേക്ക് എത്തിയത്. കാരണം മാർക്കോൻ്റെ മറ്റേ മ്യൂസിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയും ഹനീഫും കൂടെ രവി ബോസൻ്റെ അവിടെ പോയി ഡേ നൈറ്റ് ഇരുന്നിട്ട് ഉണ്ണി ബോധം കിട്ടി വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 42 മണിക്കൂർ ഉറങ്ങാണ്ടിരിക്കുക. ഞാൻ ആ സമയത്ത് ഞാൻ പറയുന്നത് ഇത് എങ്ങനെയും ഓടിയേ മതിയാവും. കാരണം അത്രയും പണിയെടുക്കുന്നുണ്ട് ഒരാൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട്. സോ എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു മാർക്കോ നന്നായി വരണമെന്ന്. അപ്പോൾ അതിങ്ങനെ ആയത് ഭയങ്കര സന്തോഷം. ഈ മാർക്കോവിന് ഒരു സെക്കൻഡ് പാർട്ട് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹിന്റും വെച്ചിട്ടാണ് ചിത്രം. സാധ്യതകളുള്ള പടം. അതെ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. അതിന് ആ ക്യാരക്ടർ ഇനി എങ്ങോട്ട് വേണേൽ പോകാലോ. മലിനീരുന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി എനിക്ക് ഒരു നല്ലൊരു ആക്ടറിന്റെ എന്താണ് ഫേസിൽ ഒരു ക്ലോസ് ഇട്ടിട്ട് ഒരു ഇത് വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും എൻ്റെ തൃപ്തി എന്ന് പുള്ളി മുമ്പ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു എഡിറ്ററിന് ഏറ്റവും തൃപ്തി തരുന്നത് എന്തായിരിക്കും? അതിന് ഏറ്റവും തൃപ്തി തരുന്നത് എനിക്ക് തൃപ്തി തരുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരു പടം എഡിറ്റ് ചെയ്യുമ്പോൾ ആ പടം ഇപ്പോൾ എല്ലാ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ആ പടം കാണാൻ സാധ്യതയുള്ള ഒരു ഓഡിയൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് എഡിറ്റ് ചെയ്യാം. അത് അതേപോലെ തന്നെ തിയേറ്ററിൽ വർക്കായി കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി തരുന്ന കാര്യം. ഇപ്പൊ നമ്മൾ ചിരിക്കുന്നൊരു ഹുക്ക് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വർക്കാവുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ തിയേറ്ററിൽ അതെങ്ങനെ ഇപ്പോൾ ഒരുപാട് തവണ കണ്ടതിന് ശേഷമായിരിക്കും ഇത് സ്ക്രീനിങ്ങിന് വേണ്ടി തിയേറ്ററിൽ വരുന്നത്. അപ്പം ആ ടൈമിൽ പ്രേക്ഷകരിലേക്കാണോ നോക്കുന്നത് അതൊരു സ്ക്രീനിലേക്കായിരിക്കും? ഞാൻ തിയേറ്ററിൽ ഒരു 19 പടം ചെയ്തിട്ട് 1-2 പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ബാക്കി ആൾക്കാർ പറഞ്ഞു കേൾക്കില്ല. എനിക്ക് തിയേറ്ററിൽ ഇപ്പം ഞാൻ വിചാരിച്ച സ്ഥലത്ത് ചിരിച്ചില്ലെങ്കിൽ എനിക്ക് ഞാൻ പോകാറില്ല, തിയേറ്ററിൽ പോകാറില്ല. ഇപ്പോൾ മാർക്കോ ഞാൻ കണ്ടിട്ടില്ല, എയറും ഞാൻ കണ്ടിട്ടില്ല, ഓസ്ലറും ടർബോ ഒന്നും കണ്ടിട്ടില്ല തിയേറ്ററിൽ. അപ്പോൾ പക്ഷെ ഓരോരുത്തർ പറയും നമ്മുടെ അടുത്ത്. ഞാൻ വിളിച്ചു ചോദിക്കും. ഇപ്പം എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്ത് പറയും. എന്നിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും സ്ഥലങ്ങൾ അതൊക്കെ കേൾക്കും. അപ്പോൾ ഇപ്പോൾ അവർ ഫോൺ വിളിക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലൊക്കെ പടം കാണാൻ കയറി കഴിഞ്ഞാൽ മിനിമം ഞാൻ ഒരു 25-30 വിളിക്കും പടം തീർന്നാക്കി. ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്സുകളെ കുറിച്ച് അടുത്ത മാസം രേഖാചിത്രം ഇറങ്ങും. ജോഫിൻ പ്രീസ്റ്റൊക്കെ ഡയറക്ടർ ജോഫിൻ്റെ പടം. അതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്. ത്രില്ലറല്ല, ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ജോണറിൽ വരുന്ന. അത് എനിക്ക് തോന്നുന്നു ആ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി വെച്ചിട്ട് ആ ഒരു പരിപാടി ഇവിടെ അധികം വന്നിട്ടില്ല, മലയാളത്തിൽ വന്നിട്ടില്ല. അത് നല്ലൊരു എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുകൂടാ. പിന്നെ ഉള്ളത് നരിവേട്ട പറഞ്ഞിട്ട് അനുരാജിൻ്റെ ടോവിനോ അഭിനയിക്കുന്നത്. അതൊരു റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടില്ല. അതും ഇഷ്കിന് ശേഷം ചെയ്യുന്ന ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എങ്കിൽ ടോവിനോട് പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ടോവിനോട് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനുരാജും ഇഷ്കിന് ശേഷം അവൻ ചെയ്യുന്ന പടം അവനും ഒരുപാട് നാൾ മുമ്പത്തിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ലൊക്കേഷനിലൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ നേരിട്ട് കാണുന്ന അനുരാജല്ല അവിടെ ലൊക്കേഷനിൽ. അത്ര ഭയങ്കര വലിയ സെറ്റൊക്കെ ആയിരുന്നു. അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും അവിടെ ആൾക്കാരായിട്ട് അവൻ ഇൻട്രാക്ട് ചെയ്യുന്നതും അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് അവൻ സോൾവ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എഡിറ്റിന് മുമ്പ് അനുരാജ് എന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ അത് രണ്ടും. പിന്നെ മിഥുൻ്റെ ഒരു വെബ് സീരീസ് ഉണ്ട് അണലി പറഞ്ഞിട്ട്. പിന്നെ അരുൺ പി ആർ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു വെബ് സീരീസ് ഉണ്ട്. ഇതാണിപ്പോൾ കറന്റ് നടക്കുന്നത്. ഇപ്പോൾ മാർക്കോ ഇനിയും കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? മാർക്കോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടവും. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട് തിയേറ്ററിലെ ആൾക്കാർ പാർട്ടിക്ക് പോയ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ.